ഞാനിപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ കോണ്ടൻറ് ക്രിയേഷൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എൻ്റെതും പറഞ്ഞുകൂടാന്ന്. എൻ്റെത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഞാനൊരു പാട്ട് പാടി പോസ്റ്റ് ചെയ്തു. അതിന് കുറച്ച് വ്യൂസ് ലൈക്കൊക്കെ കയറിയപ്പോൾ ആ പാട്ട് ഞാൻ തന്നെ അപ്പോഴാണ് അറിയുന്നത് എനിക്ക് അങ്ങനെ പാടാൻ പറ്റുന്നത്. ഞാനൊരു എക്കോ ഒക്കെ ഉള്ള റൂമിൽ നിന്ന് ഞാനൊരു ആകാശമായവളെ പാട്ട് പാടിയിരുന്നു. അതിട്ടപ്പോൾ എനിക്ക് ആ കൊള്ളാലോ പരിപാടി എന്ന് തോന്നി. അങ്ങനെ പിന്നെ ഞാനതിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഡബ് സ്മാഷ് പോലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറേ ചെയ്തു. ഓൺ വോയിസ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. എന്നിട്ട് പിന്നെ പതുക്കെ പതുക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഓൺ വോയിസുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ മറ്റേ നമ്മളെ വോയിസ് ഓവർ ചെയ്യാൻ തുടങ്ങി. പിന്നെ സമയപരിധി മൂലം നമ്മൾ ഇതേപോലെ ഇടുന്നു. അതിൽ വേറെ എഡിറ്റിങ്ങോ കട്ടിങ്ങോ ഒന്നുമില്ലാതെ അങ്ങനെ അങ്ങ് ഇടാൻ തുടങ്ങി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശരിക്ക് വേറൊന്നും വിചാരിച്ചിട്ടല്ല. ഞാൻ ഇത് തുടങ്ങി ഇങ്ങനെ നമ്മളോട് കുറേ ആൾക്കാരിങ്ങനെ നമ്മളെ കാണുന്നുണ്ട് എന്നും പിന്നെ നമുക്ക് കുറച്ച് ഫോളോവേഴ്സൊക്കെ കൂടുന്നുണ്ട് എന്നൊക്കെ കണ്ടപ്പോൾ ഒരു ഭയങ്കര മനസ്സിനൊരു സന്തോഷം. അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഇതങ്ങ് വിടാതെ പിന്തുടർന്നു. എന്താ പറയുക, പിന്നെ അങ്ങനെ ഇപ്പം ഞാൻ എത്ര സമയമില്ലെങ്കിലും പഠിച്ചവനെ ഡെയിലി ഒരു വീഡിയോ എങ്കിലും എനിക്ക് ഇടാൻ പറ്റിയില്ലെങ്കിൽ, കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിക്കും. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് ഞാൻ എത്ര തിരക്കാണെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ എന്തെങ്കിലും കാട്ടിയൊരു സമയം എനിക്ക് എൻ്റെ ഒരു ഈ വീഡിയോയ്ക്കുള്ള സമയ ചിലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എഡിറ്റിങ്ങും കട്ടിങ്ങും ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഇപ്പോൾ 2 മിനിറ്റ് വീഡിയോ ആണെങ്കിൽ 2 മിനിറ്റ് അത് മാത്രമാണ് എനിക്കുള്ള ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചിലവഴിക്കുന്ന സമയം എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണിത്. പിന്നെ കൂടുതൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അതിന് പിന്നെ എന്താ പറയുക, അതിനൊന്നും നടക്കുന്നില്ല. ആഗ്രഹമുണ്ട്, പിന്നെ പകുതി മടിയാണ്. അങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് മാത്രം തുടങ്ങിയതാണ് ഞാൻ ഈ വീഡിയോ എടുപ്പ്. വേറെ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഒരു മനുഷ്യനും കൂടെ നിന്നിട്ടില്ല. ഞാൻ തന്നെ സ്വന്തമായി അധ്വാനിച്ച് അങ്ങനെ അങ്ങ് 10-12,000 ഫോളോവേഴ്സിനെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. അതെനിക്ക് ചെറിയൊരു കാര്യമാണെന്ന് തോന്നുന്നില്ല കേട്ടോ. പിന്നെ ഇടുന്ന വീഡിയോസിനൊന്നും വലിയ തിരക്കേടില്ലാതെ വ്യൂസും ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് മതി. പിന്നെ എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് പിന്നെ ഒരു തവണ പൈസ കിട്ടി, മതി. അപ്പോൾ ഞാൻ ഇതിലൊക്കെ നമുക്ക് ഇത്രയും സ്കോപ്പ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും എനിക്ക് ഭയങ്കര ഓവർ എഫേർട്ട് ഇട്ടിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു ന്യൂട്രലായ അവസ്ഥയിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി ചെയ്യുന്നുണ്ട്. അത് മതി. അതൊക്കെയാണ് എൻ്റെ കണ്ടൻറ് ക്രിയേഷൻ്റെ കഥ എന്ന് പറയുന്നത്. വലിയ കാര്യമായിട്ട് എനിക്കിതിലെന്തെങ്കിലും തേങ്ങ ആവണം എന്നൊന്നും വിചാരിച്ചിട്ട് ചെയ്യാൻ തുടങ്ങിയതൊന്നുമല്ല. പക്ഷേ എനിക്കിഷ്ടമാണ്, അത് മതി.